പലരും സാമ്പിളുകൾ എടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അയച്ചിട്ടാണ് ഇതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. ഒരു റിപ്പോർട്ടിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ആ സാമ്പിൾ എടുത്തിട്ട് അതിനെ സിറമാക്കി അത് കൊണ്ടുവന്ന് നമ്മൾ മെഷീനിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്ന ടൈമുകളിൽ ഉള്ള ആ പ്രോസസ്സ് കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു സാമ്പിൾ എടുത്ത് സിറമാക്കുന്ന അതിനകത്ത് തന്നെയും വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ലാബുകളൊക്കെ പരിശോധിച്ചിട്ടാണോ പരിശോധിക്കാതെയാണോ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ആർക്കറിയാം? അവസാനമായിട്ട് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട്, അത്യാവശ്യമായിട്ടും വിയർക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. നമ്മുടെ നാട്ടിലെ ഈ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഒന്നുമല്ല. കുറച്ച് ഗുളിക കൊടുക്കും, കുറച്ച് മെഡിസിൻ കൊടുക്കും, ആയുർവേദത്തിലോട്ട് പോകും, കുറച്ച് തിരുമ്മലും ഒഴിച്ചലും ചവിട്ടി ഓടിക്കലും ചവിട്ടി തിരുമ്മലും. അപ്പോൾ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ അവന് രോഗമൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എങ്കിലും അവന് തന്നെ ഒരു തോന്നലുണ്ട്, എൻ്റെ ആരോഗ്യം ശരിയാണോ? ദേവി സ്കാൻസിന് മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് ഒരു MRI എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് അല്ലായിരുന്നു, ഇതിൻ്റെ അപ്പുറത്തെ ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനായി. ഏത് ബിസിനസ്സും നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങാം. പക്ഷേ അതിനെ സ്റ്റഡി ഗ്രോത്ത് ലെവലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ ഒരു വിശ്വാസവും അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അവർക്ക് വിശ്വാസപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നീങ്ങുന്നതെന്ന് മനസ്സിലാകാത്ത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അസ്തമിച്ചു. നമ്മളെ ഈ ദുബായ് എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാം ഇപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്നത് ദുബായ് ഒരു കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പ് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇട്ടിരിക്കുന്നത് ദേവി സ്കാൻസിൻ്റെ ചെയർമാൻ നൗഷാദ് സാറാണ്. ട്രിവാൻഡ്രത്തിലും കേരളത്തിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാവർക്കും പരിചയമുള്ള ദേവി സ്കാൻസിൻ്റെ ചെയർമാനായ നൗഷാദ് സാറിനെ ഈ വീഡിയോയിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമസ്കാരം സർ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളതിൽ ചോദിച്ചോളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ, 2009 ദേവി സ്കാൻസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എന്തായിരുന്നു സാറിൻ്റെ വിഷൻ? ദേവി സ്കാനിലൂടെ മീൻസ് ഇത്രയും വലിയൊരു ബ്രാഞ്ചുകളുള്ളൊരു സ്ഥാപനമായി മാറുമെന്ന് സാർ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ദേവി സ്കാൻസ് ഞാൻ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല ഈ ഫീൽഡിലോട്ട് ഞാൻ വരുന്നത് തന്നെ. ഞാനൊരു ദുബായ് ബേസ്ഡ് ബിസിനസ് മാനാണ്. അപ്പോൾ അവിചാരിതമായിട്ട് ഇത് അക്വയർ ചെയ്യേണ്ട സാഹചര്യം വന്നു. അത് വലിയൊരു സ്റ്റോറിയാണ്. പക്ഷേ ദുബായ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ തമാം ഗ്രൂപ്പ് അതല്ലേ? അതെ, ദുബായ് ബേസ്ഡ്. ഞാനൊരു 35 വർഷത്തോളം ദുബായിൽ ആണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം സിംഹഭാഗവും അവിടെ തന്നെയാണ്. അതായത് സാറ് 35 years ആയിട്ട് ടോട്ടലി ദുബായിൽ തന്നെ? 35 years ഓൾമോസ്റ്റ്. അപ്പോൾ അവിടെ മോശമല്ലാത്ത ബിസിനസ്സും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ ദേവി സ്കാൻസിന് മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഒരു MRI എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് അല്ലായിരുന്നു, ഇതിൻ്റെ അപ്പുറത്തെ ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നു, MRI ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനായി. ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് സ്ഥാപനം സ്വന്തമായി. അതെ, അത് അവിചാരിതമായിട്ട് അല്ല, ഇതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. അന്ന് ഇതിൻ്റെ ഫൗണ്ടറും ഇതിൻ്റെ നടത്തിപ്പുമൊക്കെ വേറൊരു ജെൻറ്റിൽമാനായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെതായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ വന്ന് കാണുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ഈ ദുബായ് എന്ന് പറയുന്നത് അറിയാമല്ലോ, എല്ലാം ഇപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്നത് ദുബായ് ഒരു കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പ് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ എൻ്റെ MRI എടുക്കാൻ വന്നപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നതും അജിത്തുമായിട്ട് ഞാൻ ഇരിക്കുന്നതും ഞാനിതിൻ്റെ തലപ്പത്തേക്ക് വരുന്നതുമൊക്കെ. വന്ന ഉടനെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇതിനകത്ത് ലാഭമുണ്ടാക്കുക എന്നുള്ള അല്ലായിരുന്നു. എത്രത്തോളം സൊസൈറ്റി ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ കൊണ്ടുപോകാം, എത്രത്തോളം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്
പരമാവധി തെറ്റുകൂടാതെ റിപ്പോർട്ടുകൾ എങ്ങനെ സമൂഹത്തിലേക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ വളരെയേറെ സ്ട്രഗിൾ ചെയ്തു. കാര്യം നമ്മുടെ നാട്ടിലെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, ഒരു ഓൺട്രപ്രണർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളായിക്കോട്ടെ, ഒക്കെയും ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് 2009 ഏറ്റെടുത്തെങ്കിലും 2015-20 മുമ്പ്, ഏകദേശം കോവിഡിന് മുമ്പ് തന്നെ ഇതിനെ നല്ലൊരു നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നാൾ വഴികളെന്നുള്ളത്. Davy Scans.